എത്താം. നവമിയിലേക്ക് വീണ്ടും നവമി കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ടോ ഇതുമായി? അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രത്യേകിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് കേസിന് ശേഷം ഇങ്ങനൊരു ആരോപണങ്ങളോ ഇത് രണ്ടും കൂടുതൽ പ്രത്യേകിച്ച് സിനിമാ സെറ്റുകളുമായി ബന്ധപ്പെട്ട സിനിമാ താരങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകളിലൊക്കെ അങ്ങനെ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ടോ? നേരത്തെ പുറത്തു വന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഹോട്ടലിലെ മൂന്നാം നിലയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയ നടൻ ഷൈൻ ടോം ചാക്കോ തന്നെയാണെന്ന് വ്യക്തമായ പരാതി പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുവരെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ലഹരി കേസുകളിൽ കൂടി അതൊരു പുതിയ ദിശയിലേക്ക് നീങ്ങുമെന്നുള്ളതിൽ തർക്കമില്ല. നവമി ദിനേശ് കൊച്ചിയിൽ. നവമി, സിനിമാ താരങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സെറ്റുകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൂടുതൽ ലഹരി പരിശോധനകൾ നടക്കുന്നുള്ളതായിട്ടുള്ളൊരു വിവരമുണ്ടോ? ഇന്നലെ ഈ നടന്ന പരിശോധന ഒരു റാൻഡം പരിശോധന ആയതാണ്, അങ്ങനെയാണോ കണക്കാക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഷൈൻ ടോം ചാക്കോ ഈ ഡാൻസ് ഓഫിൻ്റെയും പോലീസ് സംഘത്തിൻ്റെയും ഒക്കെ ഒരു നിരീക്ഷണത്തിലായിരുന്നു. കാരണം നമുക്കറിയാം, ഈ ആലപ്പുഴയിലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെ ഈ നടി ഉന്നയിച്ച കാര്യങ്ങൾ സിനിമാ മേഖലയിൽ അങ്ങനെ എല്ലാം കൂടി ചേർത്തും പോലീസിൻ്റെ ഒരു നിരീക്ഷണം ഈ ഷൈൻ ടോം ചാക്കോയുമേൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇന്നലെ ഇവിടെ റൂം എടുത്തു. ഇവിടെ ലഹരി ഉപയോഗമുണ്ട്, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ പക്കൽ ലഹരി ഉണ്ട് എന്നൊരു വിവരം ലഭിച്ചത്. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന ഇന്നലെ മെനിഞ്ഞാന്ന് രാത്രിയോടുകൂടിയാണ്, വൈകിട്ടോടുകൂടിയാണ് ഷൈൻ ടോം ചാക്കോ ഇവിടെ റൂം എടുത്തത്. അതിനുശേഷം ഇന്നലെ രാത്രി ഏകദേശം ഒരു 10:30 മണിയോടുകൂടിയാണ് ഡാൻസ് ഓഫ് സംഘം ഇവിടെ എത്തിയത്. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട ഷൈൻ ടോം ചാക്കോ മൂന്നാമത്തെ നിലയിലായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ മുറി, 317 നമ്പർ മുറി. മൂന്നാമത്തെ നിലയിൽ നിന്നുമാണ് ഷൈൻ ടോം ചാക്കോ ഈ പോലീസ് സംഘം കാണുന്നത്. അപ്പോൾ തന്നെ ഈ ബാൽക്കണി വഴി താഴേക്ക് എടുത്തു ചാടി, അതായത് രണ്ടാമത്തെ നിലയിലേക്ക് ചാടി. ആ സമയത്താണ് ഈ ഷീറ്റ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. അവിടെ നിന്നുമാണ് സ്റ്റെയർ കേസ് വഴി ഓടി രക്ഷപ്പെടുന്നത്. എന്തായാലും അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടൽ അധികൃതരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോ എടുത്ത് ചാടിയതിൻ്റെ ഭാഗമായി അവിടുത്തെ ഷീറ്റ് പൊട്ടിയെന്ന കാര്യം ഹോട്ടൽ അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ, ഡാൻസ് ഓഫ് സംഘവും അത് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. അങ്ങനെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്നു. പിന്നീട് ഒപ്പം ഉണ്ടായിരുന്ന ആളിൽ നിന്നുമാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി എന്നൊരു വിവരം സംഘത്തിന് കിട്ടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഒരു സിപ്പ് കവറും പോലീസിന് കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും എന്തിനാണ് ഷൈൻ ടോം ചാക്കോ പോലീസിനെ കണ്ടിറങ്ങി ഓടിയത്? ചിലപ്പോൾ ലഹരി കൈവശം വെച്ചിട്ടാണോ, അത് ലഹരി ഉപയോഗിച്ചതാണോ, അതുകൊണ്ടായിരിക്കും ഇറങ്ങി ഓടിയത് എന്നൊരു നിഗമനത്തിലാണ് ആ സംഘവും എത്തി നിൽക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെ തപ്പിയുള്ള ഒരു അന്വേഷണം, തിരച്ചിൽ അത് ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ അമ്മ സംഘടന ഉൾപ്പെടെയുള്ളവർ ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കുമെന്നൊരു നടപടികളിലേക്ക് എത്തി നിൽക്കുന്നത്. ഫിലിം ചേംബർ അടക്കം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. വിൻസി അലോഷ്യസിന് വലിയ പിന്തുണയാണ് സിനിമാ മേഖലയിൽ നിന്നടക്കം ലഭിക്കുന്നത്. കാരണം പലപ്പോഴും സിനിമാ സെറ്റുകളിൽ അല്ലെങ്കിൽ സഹപ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ആരും പരാതിയുമായി മുന്നോട്ട് വരുവാനോ അല്ലെങ്കിൽ ഇതൊരു നടപടിയെടുക്കാനോ സിനിമാ സംഘടന ഒരു തരത്തിലും തയ്യാറാകുന്നില്ല. പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ സംഘടനയിൽ നിന്നും പുറത്താക്കുന്നവരുടെ എണ്ണവും അത് മറ്റൊരു രീതിയിൽ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൃത്യമായി ലഹരിയുടെ പേരിൽ ഒരു ആദ്യത്തെ നടപടി എന്നോണം ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കാൻ സംഘടന തീരുമാനിച്ചു എന്നുള്ളത്. അതോടൊപ്പം വിൻസി അലോഷ്യസിന് പൂർണ്ണ പിന്തുണയാണ് ഈ സിനിമാ മേഖലയിൽ നിന്നടക്കം ലഭിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഇപ്പോൾ എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം അത് ഊർജിതമായി തന്നെ നടക്കുകയാണ്. വിൻസി ICC കംപ്ലൈൻറ്റിലും ഒപ്പം പരാതിയായിട്ടും അതോടൊപ്പം തന്നെ ഈ സിനിമാ സംഘടനയിലടക്കം ഫിലിം ചേംബറിലടക്കം പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ കുറച്ച് ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ആ നിരീക്ഷണങ്ങൾക്കൊടുവിൽ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയിരിക്കുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ പോലീസ് ആ രീതിയിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. സിനിമാ മേഖലയിലടക്കം അല്ലെങ്കിൽ സിനിമാ സെറ്റുകളിലടക്കം ലഹരിയുടെ
പരിശോധന ശക്തമാക്കണമെന്ന് തന്നെയാണ് അമ്മ സംഘടന അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. അതിന് ഒരു വിധത്തിലും സംഘടനയോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരോ എതിരല്ല എന്നുകൂടി സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഇതിനെതിരെ ഒരു സിനിമാ സംഘടനയിൽ തന്നെ അല്ലെങ്കിൽ സിനിമാ സെറ്റുകളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവർക്കെതിരെ പോലീസിൽ പരാതി നൽകണം, അല്ലെങ്കിൽ അത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ സംഘടന തന്നെ മുന്നിട്ട് നിൽക്കുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയതാണ്. അത്തരത്തിൽ കമ്മീഷണർ അടക്കം സംസാരിച്ച് കമ്മീഷണർ അടക്കം എത്തി ഉദ്ഘാടനം ചെയ്ത പരിപാടികൾ വരെ സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സഹപ്രവർത്തകയായിട്ടുള്ള നടി ഇത്തരത്തിൽ പരാതി നൽകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നു അമ്മ അടക്കമുള്ള സംഘടനകൾ. അതിനിടയിലാണ് പോലീസിന്റെ പരിശോധന. ഈ പരിശോധനയ്ക്കിടയിൽ ഇനിയിപ്പോ ഏത് തരത്തിലേക്ക് കേസ് മുന്നോട്ട് പോകും? നേരെ ഈ വിൻസി അലോഷ്യസിന്റെ പരാതി ഒരു വശത്ത് നിൽക്കുക, അതിനിടയിൽ ഹൈബ്രിഡ് കേസിന്റെ അന്വേഷണം നിൽക്കുന്നു, ഇന്നലെ ഈ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ പല തരത്തിലുള്ള കുരുക്കാണോ മുറുകുന്നത് ഷൈന്? അപർണ, പോലീസിന് ഏത് രീതിയിലാണ് ഈ കേസുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്നും ലഹരി പിടികൂടുക, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ വൈദ്യപരിശോധനയിൽ അദ്ദേഹം ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഒരു കേസുമായി പോലീസിന് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ മറ്റൊരു വശത്ത് ഈ നടി വിൻസി അലോഷ്യസിനോട് അപമര്യാദയായി പെരുമാറി എന്നൊരു കേസുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നൊരു കേസ് കൂടി ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെയുണ്ട്. ആ രീതിയിലായിരിക്കും ചിലപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക. എന്തായാലും വിൻസി നൽകിയ പരാതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം പുറത്തുവിട്ട സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയ പരാതിയിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നടിയോട് അപമര്യാദയായി പെരുമാറി, മറ്റൊന്ന് ലഹരി ഉപയോഗിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ നടിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിലായിരിക്കും പോലീസിന്റെ അടക്കം നടപടി കടക്കുക. അതിനിടയിൽ തന്നെ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരി കൈവശം വെച്ചോ എന്ന കേസും കൂടി വരുന്നുണ്ട്. അതിൽ പോലീസിന് കൃത്യമായി തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അത്തരത്തിലൊരു കേസെടുക്കുവാനും പോലീസിന് കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒളിവിലാണ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്, തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇവിടെ നിന്നും ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി നടിയുടെ പരാതി, അത് ഇപ്പോൾ ഫിലിം ചേംബറിനും ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിലുമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പരാതികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിനായി ഒരു പ്രത്യേക പോലീസ് സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംഘത്തിന് ഈ പരാതി കൈമാറും. ഇനി ആ പോലീസ് അന്വേഷണം, ആ രീതിയിലുള്ളൊരു അന്വേഷണമായിരിക്കും ഇനി മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ വിൻസി അലോഷ്യത്തിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തി ഒരു പരാതിയുമായി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാനായിരിക്കും പോലീസും തീരുമാനിച്ചിരിക്കുക.